രാഹുൽ ഈശ്വർ അടക്കം 4 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നമ്മൾ കാണുകയായിരുന്നു, അതായത് ഇത്തരത്തിൽ സൈബർ വെട്ടുകളികൾക്ക് തേജോവധം ചെയ്യാനായി ഈ അതിജീവിതയെ ഇട്ടുകൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സന്ദീപ് വാര്യർ ഉൾപ്പെടെ ഈ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ദീപ, ഒരു പ്രധാനപ്പെട്ട അഭിഭാഷകയാണ്. അവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ അത് എത്രമാത്രം ആ കുട്ടിയെ, ആ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതാണെന്നുള്ളത് ഒരു തവണയെങ്കിലും വായിച്ചവർക്ക് മനസ്സിലാകുന്നതാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾക്കെതിരെയുള്ള പോലീസ് നടപടി എങ്ങനെയാണ്? പക്ഷേ ഏതായാലും അത്തരത്തിൽ നിയമ നടപടിയിലേക്ക് കർശനമായി തന്നെ കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു തീരുമാനം. കാരണം ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം അതിജീവിതയുടെ മൊഴിയെടുത്തിരുന്നു, കാര്യങ്ങളെല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞിരുന്നു. ആ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നതും. അതിൽ അതിഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടക്കം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം നിർബന്ധിതമായി ഗുളിക കഴിപ്പിച്ചു, ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ രാഹുലിന് പിന്തുണയുമായി വന്നിരുന്നത് രാഹുൽ ഈശ്വറാണ്. പല ഘട്ടത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയും മാധ്യമ ചർച്ചകളിലൂടെയും ഈ കുട്ടിയെ വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി ബ്രേക്ക് ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി അന്വേഷണ സംഘം കൃത്യമായി തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട്, തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ വിശദമായി മൊഴിയെടുക്കുമ്പോഴും ഈ അതിജീവിതയായിട്ടുള്ള കുട്ടി അതാണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. ഈ 4 ഐഡികളാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഈ കുട്ടി സമർപ്പിച്ചത്, പരാതിയായി നൽകിയത്. അതിലൊന്ന് രാഹുൽ ഈശ്വറിൻ്റെതായിരുന്നു, മറ്റൊന്ന് സന്ദീപ് വാര്യരുടേതായിരുന്നു, പിന്നീട് ഈ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ള ആളുകളുടേതെല്ലാമാണ്. അതിന്റെ ഭാഗമായി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിയമ നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. ഈ താരതമ്യേന താഴെ പട്ടികയിലുള്ള ആളാണ് രാഹുൽ ഈശ്വർ ഈ കേസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഏതായാലും 1-ാം പ്രതിയും അതോടൊപ്പം തന്നെ 2-ാം പ്രതി ആയിട്ട് ചേർത്തിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങും. അത് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് നടക്കും. ഇപ്പോൾ ഏതായാലും അറിയേണ്ടത് രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതാണ്. വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നോട്ടീസ് നൽകിക്കൊണ്ടാണ് പ്രൗഢിക്കോണത്തെ അവരുടെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത്. അല്പം മുമ്പ് അദ്ദേഹത്തെ ഇൻട്രോഗേഷന് വേണ്ടി കയറ്റിയിട്ടുണ്ട് എന്നുള്ളത് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ തന്നെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരുന്നു. ഏതായാലും വിശദമായി ഈ തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും അന്വേഷണ സംഘം രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യുക. അതിനുശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ അല്ലെങ്കിൽ ഏത് തരത്തിൽ നിയമ നടപടി കൂടുതൽ കടുപ്പിക്കണമെന്ന് തീരുമാനിക്കുക. ശരി, രാഹുൽ ജീനാഥ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടാണ് ഈ വിവരങ്ങളൊക്കെ പറയുന്നത്. പിന്നാലെയാണ് പോലീസ് കേസെടുക്കുന്നത്. അതിനും ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നത്. ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് കേരള പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നാണ് ഒരു ചടുലമായിട്ടുള്ള ഒരു നീക്കമെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കുറച്ചുകൂടി സജീവമായിട്ട് അല്ലെങ്കിൽ ഊർജിതമായിട്ട് ഈ കേസുമായി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സൈബർ ഭാഗം ഷഡുലമായ നീക്കം നടത്തുന്നു. അതായത് അധിക്ഷേപം നടത്തിയെന്ന പരാതി ലഭിച്ചതിന് പിന്നാലെ ആരുടെയൊക്കെ URL ആണോ പരാതിയിൽ അറ്റാച്ച് ചെയ്തിരുന്നത് അതിന്റെ ഭാഗമായി നൽകിയിരുന്നത് അവരെല്ലാം പ്രതികർത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാരണം ദീപ രാഹുൽ ഈശ്വർ പുറത്തിറങ്ങിയ ഘട്ടത്തിൽ തന്നെ ഇവിടെ കൊണ്ടെത്തിച്ച പിന്നാലെ അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ ഈ FIR രജിസ്റ്റർ ചെയ്തിട്ട് FIR-ൽ പറയുന്ന കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈലും ലാപ്ടോപ്പും ഹാജരാക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തൈക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് കസ്റ്റഡി തന്നെയായിരുന്നു. കാരണം തൊട്ടു പിന്നാലെ രാഹുൽ ഈശ്വറിന് തൊട്ടു പിന്നാലെ പോലീസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്തായാലും ദീപ രാഹുൽ ഈശ്വർ പുറത്തേക്ക് ഇറങ്ങിയത്. എന്തായാലും ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എവിടെയെന്ന് പോലീസിന് പറയാൻ കഴിയുന്നില്ല എന്ന ചോദ്യം അതൊരു വിമർശനമായി ബാക്കി നിൽക്കുമ്പോഴും ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ തുടരുന്ന ഒരു ഘട്ടം അതെല്ലാവരും കാണുന്നുണ്ടായിരുന്നു. വലിയ വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്ത് ഉത്തരവാദിത്തമാണ് ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നവർക്കുള്ളത് എന്ന ചോദ്യവും പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അതിനെയെല്ലാം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനെല്ലാം അത് നിയമ നടപടി ഉണ്ടാകും എന്ന തരത്തിലേക്കുള്ള പ്രസ്താവന പറയാൻ പോലീസിന് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ 5 പ്രതികളുണ്ട്. രാഹുൽ ഈശ്വർ 5-ാം പ്രതിയാണ്. അത്തരത്തിൽ ഏതൊക്കെ URL ആണോ ആരൊക്കെയാണോ ഇത്തരത്തിൽ ഐഡന്റിറ്റി പ്രത്യേകിച്ച് ഈ അതിജീവിതത്തെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ നടത്തിയത് അവരെ എല്ലാവരെയും പ്രതികരിച്ചുകൊണ്ടുള്ള ഒരു FIR ഉണ്ടാക്കുന്നു. ഒപ്പം ആദ്യ കസ്റ്റഡി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഇതിന് പിന്നാലെ ഈ അധിക്ഷേപ പരാതിയിൽ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ കസ്റ്റഡി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ്. നിരന്തരം
ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന അതിജീവിതയ്ക്കെതിരെ സംസാരിച്ചു. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ PRI സ്വയം പണി ഏറ്റെടുത്തു. സ്വന്തം അക്കൗണ്ടിനൊക്കെ റീച്ച് കൂട്ടത്തക്ക വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാധകരെയൊക്കെ ആ അക്കൗണ്ടിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ നമ്മൾ നിറഞ്ഞു കണ്ടത്. അമൽ തേനമ്പറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, നിലവിൽ ഇപ്പോൾ എങ്ങനെയായിരിക്കും പോലീസിന്റെ നീക്കം ഉണ്ടാവുക? നിലവിൽ ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അടുത്ത നടപടി എന്താകാനാണ് സാധ്യത? നേരത്തെ ദീപ സൂചിപ്പിച്ചത് ജാമ്യം ലഭിക്കാനാകുന്ന വകുപ്പുകളാണ് ചുമത്തിയതെന്നാണ് പറഞ്ഞതെന്നുള്ളതാണ്. ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്ക് മേൽ ചുമത്തപ്പെടുന്നത്? ഇപ്പോൾ രാഹുൽ ഈശ്വർ അടക്കമുള്ള ഇത്തരത്തിൽ സൈബർ അധിക്ഷേപം നടത്തിയ മുഴുവൻ ആളുകൾക്കെതിരെയും കർശന നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ പറയുന്ന രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-ൽ പറഞ്ഞിരിക്കുന്നത് IT ആക്ട് 43, അതോടൊപ്പം തന്നെ 66, അതോടൊപ്പം തന്നെ BNS 72, 79 ഈ രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട FIR-ൽ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒറ്റ FIR ആണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഒറ്റ FIR-ൽ ഇത്രയും അധികം പ്രതികളെ ചേർത്തിരിക്കുകയാണോ അതോ പല പല കേസുകളായി രജിസ്റ്റർ ചെയ്ത് ഈ പറയുന്ന ഈ ദീപ ജോസഫ് അടക്കമുള്ള ആളുകളെ അല്ലെങ്കിൽ സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകളെ എല്ലാം ഉൾപ്പെടുത്തി രഞ്ജിത പുളിക്കൽ അടക്കമുള്ള മഹിളാ കോൺഗ്രസിന്റെ നേതാവ് അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി ഒറ്റ FIR ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. FIR-ന്റെ പകർപ്പ് അധികം വൈകാതെ ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും ആദ്യ പടിയെന്നോണം രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി ഉണ്ടായിരിക്കുന്നു. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ദീപയുടെ പ്രതികരണം എന്ന് പറയുന്നത് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ പരാതിക്കാരിയെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശം തന്റെ ഭർത്താവായ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടി ദീപ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഏതു തരത്തിലാണ് രാഹുൽ പറയാനുള്ളതെല്ലാം കേൾക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം രാഹുൽ ഈശ്വർ നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരെയും ഉയർത്തി കാണിച്ച് വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് ഉണ്ട്. ആ ലാപ്ടോപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഫോൺ അടക്കമുള്ള മറ്റ് ഡിവൈസുകളും കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ വിശദമായി തന്നെയുള്ള പരിശോധനയുണ്ടാകും. രാഹുലുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ഈ പറയുന്ന വെളിപ്പെടുത്തലുകൾ നടത്താൻ ഏതെല്ലാം തരത്തിലുള്ള നടപടിയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്, ഏതെല്ലാം വീഡിയോ ആണ് ഉള്ളത്, 12 വീഡിയോ എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആ 12 വീഡിയോയും പരിശോധിച്ച് ആ വീഡിയോയിൽ പരാതിക്കാരിയെ സംബന്ധിച്ച് വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ആ ഗൗരവ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള തുടർ നടപടികൾ. ഈ കോടതിയിൽ ഹാജരാക്കി ഉള്ള നടപടി രാഹുലിന്റെ വൈദ്യപരിശോധനയടക്കം പൂർത്തിയാക്കി കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ രാഹുലിനെ ഇന്ന് വിട്ടയച്ച ശേഷം വരും ദിവസങ്ങളിൽ വീണ്ടും എത്താൻ പറഞ്ഞ് മടക്കി അയക്കുമോ, ചോദ്യം ചെയ്യാൻ എത്തണമെന്നാവശ്യപ്പെട്ട് മടക്കി അയക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ പരാതിക്കാരിക്കെതിരെ നിരന്തരമായ സൈബർ ആക്രമണം നടത്തുന്ന സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ആളുകൾക്കുള്ള കൃത്യമായി തന്നെയുള്ള മുന്നറിയിപ്പ് എന്നുള്ള നിലയിലാണ് സൈബർ പോലീസിന്റെ ഇപ്പോഴത്തെ ചടുലമായ നടപടി ഉണ്ടായിരിക്കുന്നത്.